ഡിയേഴ്സ്, ക്രിസ്മസ് ഒക്കെ അല്ലേ. ഞാനൊരു ഡോൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഡോൾ കേക്ക് ഉണ്ടാക്കുകയെന്ന് കാണിക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനായി ഞാനിവിടെ ഒരു 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നല്ലതുപോലെ ഒന്ന് ബീറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇത് പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. അതിനായി ഞാൻ ഇവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് 2-3 തവണ നല്ലതുപോലെ അരിച്ചെടുക്കാം. ഇനി അടുത്തതായി നമുക്ക് ഈ എഗ്ഗ് മിക്സിലേക്ക് നമുക്ക് കുറേശ്ശെ ഈ മൈദ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്തും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിക്കാം. അതിന് മുന്നേ ആയിട്ട് അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ഞാൻ ഓവനിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഓവനല്ലാതെ നമുക്ക് പ്രഷർ കുക്കറിലോ പാനിലോ ഒക്കെ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് വേണ്ട ക്രീം റെഡിയാക്കി എടുക്കാം. അതിനായി ഞാൻ 1 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. വിവോയുടെ ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതൊരു ഏകദേശം ഒരു 10 മിനിറ്റ് വരെ നന്നായി ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി ഞാൻ കേക്ക് ഒരു 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. ഇതിനായി നമുക്ക് ഫസ്റ്റ് അടിയിൽ ലെയർ എടുക്കാം. മറന്നു പോയതാട്ടോ. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ മുകളിലായി നമുക്ക് ക്രീം സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ലെയർ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ലെയർ കൂടി ചെയ്തെടുക്കാം.
ഇനി അടുത്തതായി നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ക്രീം കവർ ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ബാക്കി വന്നിട്ടുള്ള ക്രീമിലേക്ക് ഞാൻ 2 ഡ്രോപ്സ് ബ്ലൂ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളടുത്ത് ഞാൻ ഒരു സന്തോഷം കൂടി ഷെയർ ചെയ്യുകയാണ്. എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡായി. നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയത്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി അടുത്തതായി നമുക്ക് നമ്മുടെ ഡോള് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായി ഡോൾ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.